കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒരു ചരിത്രമാണ്. കർഷക സമരത്തെ തുടർന്ന് കർഷക നിയമങ്ങളിൽ അവർ യു ടേൺ എടുത്തിരുന്നെങ്കിലും CJP പ്രക്ഷോഭം വേറിട്ട് നിൽക്കുന്നുണ്ട്. കാരണം രാജ്യത്തെ യുവാക്കളുടെ രോഷത്താൽ ഇവിടെ വീണിരിക്കുന്നത് മോദി ഭരണകൂടത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഒരുവനാണ്. ഒരു ക്യാബിനറ്റ് മന്ത്രി മാത്രമായിരുന്നില്ല ധർമ്മേന്ദ്ര പ്രധാൻ. അയാൾ പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ സംഘാടകരിൽ ഒരാളും തന്ത്രജ്ഞനുമായിരുന്നു. തങ്ങളുടെ മന്ത്രിമാർ അങ്ങനെ രാജിവെക്കുന്നവരല്ല എന്ന മോദി എക്കോസിസ്റ്റത്തിന്റെ ഗർവിനെയാണ് CJP എന്ന മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു സംഘം പറിച്ചെറിഞ്ഞിരിക്കുന്നത്. ആരാണ് ശരിക്കും ധർമ്മേന്ദ്ര പ്രധാൻ? എന്താണ് ഈ രാജിയുടെ സവിശേഷത? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. യുവാക്കളുടെ പോരാട്ട വീര്യത്തിന്റെ തെളിവായിട്ടാകും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ ചരിത്രം അടയാളപ്പെടുത്തുക. കഴിഞ്ഞ 12 കൊല്ലമായി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായ പ്രധാന്റെ BJPയിലെ വളർച്ചയെക്കുറിച്ചുകൂടി അറിഞ്ഞാലേ ഈ രാജിയുടെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാകുകയുള്ളൂ. 1969 ഒഡീഷയിൽ ജനിച്ച പ്രധാൻ RSSന്റെ വിദ്യാർത്ഥി സംഘടനയായ ABVPയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ദേബേന്ദ്ര പ്രധാൻ മുതിർന്ന BJP നേതാവും അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൽ കേന്ദ്രമന്ത്രിയുമായിരുന്നു. 1998 BJPയിൽ ഔദ്യോഗികമായി ചേരുന്നതിന് മുൻപ് ABVPയുടെ ദേശീയ സെക്രട്ടറിയായും പ്രധാൻ ചുമതല വഹിച്ചിരുന്നു. BJPക്കുള്ളിലെ അദ്ദേഹത്തിന്റെ ഉയർച്ച വളരെ വേഗത്തിലായിരുന്നു. 2000 അദ്ദേഹം MLA ആയി. 2004 ദിയോഗഡിൽ നിന്ന് മത്സരിച്ച് പാർലമെന്റിലുമെത്തി. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ പ്രധാന് ലഭിച്ചത് പെട്രോളിയം മന്ത്രി സ്ഥാനമായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ പ്രധാൻ രാജ്യസഭാംഗമായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാന്റെ തെരഞ്ഞെടുപ്പ് മത്സരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവസാനമായൊരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് 2004 പക്ഷെ അതൊന്നും പ്രധാന്റെ BJPയിലെ വളർച്ചയ്ക്ക് തടസ്സമായിരുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന BJP നേതാവിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഒഡീഷയിലെ BJPയുടെ വിജയമാണ്. ഒഡീഷയിൽ വളരെ ചെറിയ സാന്നിധ്യമായിരുന്ന BJPയെ വർഷങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർത്തിയെടുത്തതിന് പിന്നിൽ പ്രധാനാണ്. BJPയിൽ ബഹുജന നേതാവ് എന്നതിലുപരി സൂക്ഷ്മതയുള്ള ഒരു സംഘാടകൻ എന്ന നിലയിലാണ് പ്രധാൻ പ്രശസ്തി നേടിയത്. പാർട്ടിയുടെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു നിർണായക പങ്കുള്ള വ്യക്തിയാണ് പ്രധാൻ എന്നാണ് റിപ്പോർട്ടുകൾ. അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി വളരെ അടുത്ത് നിൽക്കുന്ന നേതാവ്. ഇത് തന്നെയാണ് പ്രധാനെ BJPയിലെ അതിശക്തനാക്കിയ ഘടകവും. 2021 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ശേഷം നിരവധി വിവാദങ്ങളിൽ പ്രധാൻ കുടുങ്ങിയെങ്കിലും ഒരിക്കൽ പോലും അതിന്റെ പേരിലൊരു നടപടി നേരിടേണ്ടി വന്നിരുന്നില്ല. പ്രധാന്റെ കാലയളവിലാണ് നിരവധി പേപ്പർ ചോർച്ചകളും പരീക്ഷ റദ്ദാക്കലുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതാ നഷ്ടവും ഒക്കെ ഉണ്ടാകുന്നത്. വർഷങ്ങളായി നിരവധി വിവാദങ്ങളെ അതിജീവിച്ചെങ്കിലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ പ്രതിസന്ധിയിൽ ഒടുവിൽ അദ്ദേഹം കുടുങ്ങുകയായിരുന്നു. സമരത്തിന്റെ കാഠിന്യം വർദ്ധിച്ച ഘട്ടത്തിൽ പോലും രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിശ്വസിച്ചിരുന്നത് പ്രധാന്റെ രാജി ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഒടുവിൽ യുവാക്കളുടെ സമരാഗ്നിയിൽ പ്രധാന് കസേര നഷ്ടമായിരിക്കുന്നു. മോദി ഭരണകൂടവും അക്കൗണ്ടബിൾ ആണെന്ന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ആ ശബ്ദത്തെ അവഗണിച്ചാൽ നഷ്ടമുണ്ടാകുക തങ്ങൾക്കാണെന്ന തിരിച്ചറിവായിരിക്കണം പ്രധാനെന്ന BJPയുടെ പ്രധാന നേതാവിനെ കൈവിടാൻ മോദി അമിത്ഷാ ദ്വന്ദ്വത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക.